ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെടുന്നത്. ആരോഗ്യകരമായ ചില കാരണങ്ങളായിട്ട് അല്പം വിട്ടുനിൽക്കേണ്ടി വന്നതാണ്. ഒരിക്കൽ കൂടെ തിരുവചനത്തിൻ്റെ സന്ദേശവുമായിട്ട് കൂടെ ആയിരിക്കുന്നതിൻ്റെ സന്തോഷവും സാങ്കത്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഇന്ന് ക്രിസ്തുനാഥൻ്റെ രാജത്വ തിരുനാളാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന തിരുനാൾ. നമ്മുടെ പലരുടെയും ചെറുപ്പകാലത്ത് ഇടവക കൂട്ടായ്മകളിലൊക്കെ വലിയ സന്തോഷത്തിൻ്റെ ആഘോഷമായിട്ട് നടത്തിയിരുന്ന ഈ തിരുനാൾ പിൽക്കാലത്ത് അല്പമൊന്ന് ശോഭ കെട്ടുപോയി. ഇന്ന് വീണ്ടും ഇടവകളിലെ മിഷൻ ലീഗിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സൺഡേ സ്കൂളിലെ കുട്ടികളുടെയൊക്കെ സഹകരണത്തോടുകൂടി അത്യാവശ്യം ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട് എന്ന് എനിക്കറിയാം. ക്രിസ്തുനാഥൻ രാജാവായി വഴുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസമാണല്ലോ അവൻ്റെ രാജത്വ തിരുനാൾ. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായം അതിൻ്റെ അവസാന ഭാഗം 31 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗത്ത് ക്രിസ്തുനാഥൻ്റെ അന്ത്യവിധിയുടെ നിമിഷത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അന്ത്യവിധി നാളിൽ അവൻ മാനവേഗങ്ങളിൽ മഹത്വത്തോടെ ആഗതനാകുന്നു. അവൻ്റെ ദൂതന്മാർ ലോകത്തിൻ്റെ 4 ദിക്കിൽ നിന്നും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുന്നു. ദുഷ്ടരെ വലതുവശത്തും ഇടതുവശത്തും, ശിഷ്ടരെ നന്മ ചെയ്തവരെ വലതുവശത്തും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ രണ്ടായിട്ട് അവിടുന്ന് നിർത്തും. എന്നിട്ട് വലതുഭാഗത്തുള്ളവരോട് അവൻ പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം സ്വന്തമാക്കുവിൻ. ആ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ അവർ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ മാനദണ്ഡം ഈശോ കൃത്യമായിട്ട് വരച്ചു വയ്ക്കുന്നുണ്ട്. ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. ദാഹിക്കുന്നവനായിരുന്നു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു. രോഗാതുരനായി ആശുപത്രിയിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. എണ്ണിപ്പിറക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ താളമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകുമെങ്കിൽ നമ്മുടെ മനോഭാവങ്ങളിലും നമ്മുടെ പെരുമാറ്റ രീതികളിലും നമ്മുടെ ചില പ്രവർത്തന മേഖലകളിലുമൊക്കെ വലിയ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നുവെന്ന് ഈശോ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാർട്ടിൻ്റെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. മാർട്ടിനൊരു ചെരുപ്പ് തുന്നുന്ന ജോലിക്കാരൻ ചെരുപ്പ് കുത്തി. ഒരു രാത്രിയിൽ ദൈവം അവൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, മാർട്ടിൻ, നാളെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും. ദൈവമാണ് ഇത് പറഞ്ഞത് എന്ന് മാർട്ടിന് വളരെ വ്യക്തമാണ്. തൻ്റെ കുഞ്ഞു ഭവനത്തിലേക്ക് ദൈവം വരുന്ന നിമിഷം കാത്ത് മാർട്ടിൻ കാതോർത്തിരിക്കുകയാണ്. രാവിലെ മുതൽ വീടും പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കി മനോഹരമാക്കി ദൈവത്തിന് സ്വീകാര്യമായ തൻ്റെ കൊച്ചു ഭവനത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി അവൻ കാത്തിരിക്കുകയാണ്. ഏറെ നേരം കാത്തിരുന്നിട്ടും ദൈവം വന്നില്ല. വൈകുന്നേരം വരെ നോക്കിയിരുന്നിട്ടും ആരെയും കണ്ടില്ല. 6 മണി കഴിഞ്ഞ സമയത്താണ് ഒരു പിഞ്ച് ബാലൻ മാർട്ടിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അവന് നാണം മറയ്ക്കാനുള്ള വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. വലിയ കൊടിയ തണുപ്പത്ത് വിശന്ന് വിറങ്ങലിച്ച് ശരീരവുമായിട്ടാണ് അവൻ വന്നത്. മാർട്ടിൻ്റെ അടുക്കൽ അവൻ വന്നിട്ട്, സാർ, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി, എന്തെങ്കിലും തരണമെന്ന് അപേക്ഷിച്ചു. മാർട്ടിൻ അവനോട് പറഞ്ഞു, എത്രയും വേഗം ഇവിടുന്ന് പോക്കണം. ഇന്ന് ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ, അവിടുത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക. വീണ്ടും അവൻ കരഞ്ഞപ്പോൾ മാർട്ടിൻ ഓടിച്ചെന്ന് അവന് വയറ് നിറച്ച ഭക്ഷണം എടുത്തു കൊടുത്തു. ദൈവത്തിന് എടുക്കാൻ വെച്ചിരുന്നതിൽ ഒരു ഓഹരി. എന്നിട്ട് തൻ്റെ തുകൽപ്പെട്ടിയിൽ നിന്ന് മോശമല്ലാത്ത ഒരു നല്ല ഉടുപ്പെടുത്ത് അവന് കൊടുത്തു.
കാലുകളിലാൻ ചെരുപ്പ്. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സ്വീകരിച്ച് എൻ്റെ ഭവനം നിനക്കായി മാറ്റിവെക്കുമായിരുന്നു. എങ്കിലും എനിക്കിപ്പോൾ ഇത്ര നിനക്ക് തരാനുള്ളൂ. പൊന്നുമോൻ പൊക്കോ. പറഞ്ഞു വിട്ടു മാർട്ടിൻ അവനെ. മാർട്ടിൻ വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. തൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള വൃദ്ധ, രോഗാതുരിതയായിരുന്നു. ക്ഷയരോഗം ബാധിച്ച അവൾ വലിയ ചുമയിൽ, അസ്വസ്ഥതയിൽ, രോഗാവസ്ഥയിൽ. അവൻ്റെ അടുക്കൽ വന്ന് ആ സ്ത്രീയും കൈനീട്ടി. മാർട്ടിൻ പറഞ്ഞു, അല്ലയോ അമ്മച്ചി, നിങ്ങളെ എനിക്ക് സ്നേഹിക്കണമെന്നും സഹായിക്കണമെന്നും ഒക്കെയുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ദൈവത്തെ കാത്തിരിക്കുകയാണ്. ദൈവം ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വരും. പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുന്നത്. മാർട്ടിൻ സമയം ഒട്ടും കളയാതെ അകത്ത് ചെന്ന് അമ്മയ്ക്ക് ചൂടുകാപ്പി ഒരുക്കി കൊടുത്തു. അത്യാവശ്യം നല്ലൊരു ഉടുപ്പെടുത്ത് കൊടുത്തു. മരുന്ന് വാങ്ങാൻ കുറച്ച് പൈസയും ആ അമ്മച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അമ്മച്ചി മെല്ലെ യാത്രയാക്കി ഭവനത്തിൽ നിന്ന്. പറഞ്ഞു, ഇന്നല്ലാതെ മറ്റൊരു ദിവസമായിരുന്നെങ്കിൽ നിങ്ങളെ ഒരുപക്ഷെ എൻ്റെ അമ്മയായി സ്വീകരിച്ച് ഞാനിവിടെ താമസിപ്പിക്കുമായിരുന്നു. ആ സ്ത്രീയും കടന്നുപോയി. പിന്നെ വന്നത് ഒരു വിധവയാണ്. കാണാൻ സൗന്ദര്യമുള്ള, അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു സ്ത്രീ. പക്ഷേ അവളുടെ മുഖവും ശരീരവും മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ ക്രൂരമായിട്ട് വേദനിപ്പിച്ചു, എന്നെ മർദ്ദിച്ച് അവശയാക്കി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലുമില്ല. മാർട്ടിൻ പറഞ്ഞു, മോളെ, നീ വന്ന സമയം അല്പം വൈകിപ്പോയി. ഞാൻ ദൈവത്തെ കാത്തിരിക്കുകയാണ്. നിന്നെ ശുശ്രൂഷിക്കാനോ നിനക്ക് സേവനം ചെയ്യാനോ എനിക്കിപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും കിട്ടിയ സമയത്തിൻ്റെ പാതി മാർട്ടിനകത്ത് ചെന്ന് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡിന് വേണ്ട മരുന്നുകളൊക്കെ എടുത്തുകൊണ്ടുവന്നു. അവളുടെ ശരീരത്തിലെ മുറിവുകളിലൊക്കെ ആ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അവൻ മുറിവുകൾ വെച്ച് കെട്ടി. ചൂടുള്ള കാപ്പി അനത്തി കൊടുത്തു. ധരിക്കാൻ നല്ല വസ്ത്രം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മറ്റൊരു ദിവസം നീ വാ, നിനക്ക് വേണ്ടി എന്നെ കൊണ്ടാകാവുന്നതൊക്കെ ചെയ്തു തരാം. അവളെയും യാത്രയാക്കി. എന്നിട്ട് മാർട്ടിൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. രാത്രിയിൽ സ്വപ്നത്തിൽ വീണ്ടും ദൈവം വന്നു മാർട്ടിൻ്റെ അടുക്കൽ. മാർട്ടിൻ ദൈവത്തോട് പരാതി പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ്റെ ഭവനമൊരുക്കി നിനക്ക് വേണ്ടി എല്ലാം കാത്തിരുന്നു, ഒരുക്കി വെച്ചിട്ട്. എന്നിട്ട് ദൈവമേ, നീ എവിടെയായിരുന്നു? എന്തേ വരാഞ്ഞേ? ദൈവം പറഞ്ഞു, മാർട്ടിനെ, ഇന്ന് ഞാൻ വന്നു നിൻ്റെ വീട്ടിൽ. ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. മാർട്ടിൻ ആകാംക്ഷയോടെ ദൈവത്തിൻ്റെ സ്വപ്നത്തിലെ മുഖത്തിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എപ്പോഴാ ദൈവം നീ വന്നത്? ദൈവം പറഞ്ഞു, മാർട്ടിനെ, ഒരു പിഞ്ചുകുഞ്ഞ് ഇന്ന് നിൻ്റെ ഭവനത്തിലേക്ക് വന്നില്ലേ 6 മണിയായപ്പോൾ? അത് ഞാനായിരുന്നു. 8 മണിക്ക് ഒരമ്മച്ചി വന്നില്ലേ? അതും ഞാനായിരുന്നു. കുറെ കൂടെ താമസിച്ച് ഒരു യുവതിയായ സ്ത്രീ നിൻ്റെ അടുക്കൽ വന്നില്ലേ? അതും ഞാനായിരുന്നു. നീ അവർക്ക് ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് മാർട്ടിനെ ചെയ്തത്. വലിയ വികാരത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാർട്ടിൻ കണ്ണുകൾ കൂമ്പിയടച്ച് അവൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിലേക്ക് പ്രാർത്ഥനാ നിമഗ്നനായിട്ട് കമന്നു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ഈ പുണ്യമാണ്, ഈ പുണ്യത്തിൻ്റെ നിമിഷമാണ്. എനിക്ക് നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടോ? ഇടവക പള്ളിയിലെ പെരുന്നാൾ നടത്തിയതുകൊണ്ടോ? ഇടവകയിൽ ഏറ്റവും പ്രധാന വ്യക്തിയായി മാറിയതുകൊണ്ടോ? നാടറിയപ്പെടുന്ന പ്രമാണിയായതുകൊണ്ടോ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടണമെന്നില്ല. ഇതൊക്കെ നമുക്ക് കരഗതമാകുമ്പോൾ ആ കൂടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പുണ്യമാണ് മറ്റുള്ളവരോടുള്ള കരുതൽ. വേദനിക്കുന്നവനെ, കരയുന്നവനെ, നൊമ്പരപ്പെടുന്നവനെ ചേർത്ത് പിടിക്കാനുള്ള നല്ല മനസ്സ്. ആ മനസ്സ് എനിക്കും നിനക്കും ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. പ്രിയപ്പെട്ടവരെ, അവൻ രാജാവായി വരുന്നത് നമുക്ക് വേണ്ടിയാണ്. മഹത്വത്തിൻ്റെ രാജാവായി അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ വലതുവശത്ത് ആദ്യം നിന്നിട്ടുണ്ടാവുക ഒരുപക്ഷെ കഥയിലെങ്കിലും ജീവിതം ദൈവത്തിന് സമർപ്പിച്ച മാർട്ടിനെ പോലുള്ളവരാകാം. ഞാനും നിങ്ങളുമൊക്കെ ആ വലതുവശത്തെ നല്ല മനുഷ്യരുടെ നിലയിൽ പെടണമെങ്കിൽ ഇനിയും എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയില്ലേ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ ആയിത്തീരാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സഹാനുഭൂതിയുടെ കരങ്ങൾ, അത്
മറ്റുള്ളവൻ്റെ നേരെ നീട്ടുമ്പോൾ ദൈവം നിൻ്റെ മേൽ കരുണ ചൊരിയും. അവിടുന്ന് ആഗ്രഹിക്കുന്നത് സഹാനുഭൂതിയാണ്. മറ്റുള്ളവരോട് തോന്നുന്ന നിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു അയ്യോഭാവം സഹതാപത്തിൻ്റെ വ്യക്തിത്വമല്ല. സഹതാപം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിലെ ദുഃഖങ്ങൾ കാണുമ്പോൾ, വേദന കാണുമ്പോൾ അയ്യോഭാവം തോന്നുന്നതിന് പറയുന്ന പേരാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടത് സഹാനുഭൂതിയാണ്. ഇംഗ്ലീഷിൽ മറ്റുള്ളവരോട് തോന്നുന്ന വികാരത്തിന് ഇട്ടിരിക്കുന്ന പേര് സഹിഷ്ണുത എന്നല്ല. നമുക്കുണ്ടാകേണ്ട വികാരം സിമ്പതി, അല്ലെങ്കിൽ മറ്റുള്ളവരോട് തോന്നുന്ന നമുക്ക് ഉണ്ടാകേണ്ട ഫീലിംഗ് എന്ന് പറയുന്നത് എമ്പതിയാണ്, സഹിഷ്ണുത. അവനോട് സഹതാപം തോന്നിയാൽ അത് സിമ്പതിയാകുള്ളൂ. സിമ്പതി അവരനോട് തോന്നുന്നതാണ്. എമ്പതി ഞാൻ അവനായി തീരുമ്പോൾ തോന്നുന്ന വികാരമാണ്. എൻ്റെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിൽ, അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഈ ഒരു ഫീല് നമുക്കുണ്ടാകുമ്പോഴാണ് അവരെന്നെ ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവുക. എൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നത് അവരനാകുമ്പോൾ അവനോട് തോന്നുന്നത് സഹതാപമാണ്. ഞാനാണ് കൈനീട്ടി നിൽക്കുന്നത് എങ്കിലെന്ന തോന്നൽ, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എൻ്റെ അപ്പനാണ് എന്ന് തോന്നിയിരുന്നെങ്കിൽ ആ വികാരം സഹിഷ്ണുതയാണ്, എമ്പതിയാണ്. അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ വികാരം നമ്മുടെ ഹൃദയത്തിലുള്ളിടത്തോളം കാലം ദൈവസന്നിധിയിൽ നമ്മൾ വിലയുള്ളവരായി മാറും. മഹത്വരാജനായി അവൻ വാഴട്ടെ. ആകാശത്തെയും ഭൂമിയെയും വിധിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ കെരൂബുകളുടെ സിംഹാസനത്തിലിരുന്ന് അവൻ വാഴട്ടെ. ക്രിസ്തുനാഥന് ജയ് വിളിക്കാൻ, ക്രിസ്തുനാഥൻ്റെ രാജ്യത്വ തിരുനാളിന് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ് ആശംസകൾ നേരാൻ. ക്രിസ്തുനാഥൻ്റെ മഹത്വത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് പങ്കുചേരുന്ന അനുഗ്രഹത്തിന് ദിവസമാക്കി ഈ ദിവസത്തെ മാറ്റാം. രാജാവായ ദൈവം ക്രിസ്തുരാജൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മൾ അവിടെ കൂടി ഉണ്ടായിരിക്കട്ടെ.